ഇപ്പോൾ ഒരു പ്രൈമറി കാറായി മാറിക്കഴിഞ്ഞു. പഞ്ചിന്റെ പുതിയ വേരിയന്റ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ 40 kW എല്ലാ ലോങ് റേഞ്ച് വരുന്നു. 421 കമ്പനി അവരുടെ ടെസ്റ്റിംഗ് ഫേസിൽ ഇത് ചെയ്തതാണ്. പക്ഷെ ടാറ്റ തന്നെ അത് തിരുത്തിയിട്ട് ഇങ്ങോട്ട് 55 എടുത്ത സാധനം തിരിച്ച് ഇങ്ങോട്ടേക്ക് സെയിം കിലോമീറ്റർ കവർ ചെയ്തപ്പോൾ എനിക്ക് എടുത്തത് ആകെ എന്ന് വെച്ചാൽ ആ ഒരു സ്പീഡിൽ നിർത്തുന്നല്ല, 90-100 ഒക്കെ പോവാറുണ്ട്. ഇപ്പോൾ ഗ്രൂപ്പിൽ ഡിസ്കഷൻ വരുമ്പോൾ പലരും ചോദിക്കും നിങ്ങൾ AC ഓഫ് ചെയ്തിട്ടാണോ? PTC ഹീറ്റർ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു കമ്പോണന്റ് ഉണ്ട്. സെൽട്ടോസിന് പോലും ഈ പറഞ്ഞ പോലെ ഫിറ്റ് ആൻഡ് ഫിനിഷിംഗിൽ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ പെട്രോൾ വണ്ടിയെല്ലാം പതുക്കെ ആൾക്കാർ മാറ്റി തുടങ്ങി. ഇപ്പോൾ പെട്രോൾ വണ്ടി ആർക്കും കാണരുതെന്ന് തന്നെ പറയാം. എന്നിരുന്നാൽ പോലും ഇപ്പോൾ അറിയാം ഗവൺമെൻറ്റിൻ്റെ പുതിയ ഒരു നിയമം അനുസരിച്ച് E20 പെട്രോളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്യൂരിറ്റി കുറഞ്ഞു വരികയാണ്. എന്ന് വെച്ചാൽ 20% എഥനോൾ, നേരത്തെ 10% ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 20% ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സീലുകൾക്കും അല്ലാതെ തന്നെ ഫ്യൂവൽ പമ്പിനും മൈലേജിനൊക്കെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാം ഇപ്പോൾ പുതിയ EV സെഗ്മെൻറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഇപ്പോഴത്തെ ഏറ്റവും എല്ലാവരുടെയും പ്രിയപ്പെട്ടതായ വണ്ടി ടാറ്റ പഞ്ച്. ഈ ടാറ്റ പഞ്ചിനെ കുറിച്ച് പറയാനായിട്ട് ഇതിൻ്റെ ഓണറിനെ ക്ഷണിക്കുകയാണ്. വെൽക്കം ടു കൃഷ്ണചാൻസ് ഓട്ടോ വ്ളോഗ്. ഓക്കെ, എന്താണ് പേര്? എൻ്റെ പേര് ബാബു. ഓക്കെ, എന്ത് ചെയ്യുന്നു? നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ACCയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് പത്തടിപ്പാലത്ത്, എടപ്പള്ളി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ആവശ്യം വരുമല്ലേ വണ്ടി? ഓക്കെ, എത്ര നാളായി വണ്ടി എടുത്തിട്ട്? നമ്മളിപ്പോൾ 2024 ഒക്ടോബറിലാണ്, ഇപ്പോൾ ഒരു 20 months ആയി എടുത്തിട്ട്, 2 years ആവുന്നു. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് നല്ലൊരു ഫീഡ്ബാക്ക് തരാൻ പറ്റും. ഇപ്പം കുറേ ഗ്ലിച്ചസും അല്ലാതുള്ള വിഷയങ്ങളും ഒക്കെ പ്രത്യേകിച്ച് ടാറ്റയുടെ സർവീസിലും ഒക്കെ ആൾക്കാർക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ പല ആൾക്കാർക്കും ഇല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുമുള്ള ഒരു ബ്രീഫ് വീഡിയോയും കൂടെയാണ്. ആദ്യമായിട്ട് തോന്നിയൊരു ഫീല്. ഇപ്പം നമുക്കറിയാം ഈ നേരത്തെ സെൽറ്റോസ് ഉപയോഗിച്ച ഒരാളാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു EVയിലേക്ക് കിടക്കാൻ കാര്യം? ഫസ്റ്റ് ഒന്ന് പെട്രോളായിരുന്നു എൻ്റെ സെൽറ്റോസ്, ടെർബോ പെട്രോളായിരുന്നു. എനിക്ക് അത്യാവശ്യം നല്ല ഒരു കോസ്റ്റ് പെട്രോൾ ഫ്യൂവൽ എക്സ്പെൻസ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ഒരു ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു സേവിങ്സ് നോക്കിയിട്ട് തന്നെയാണ് EVയിലേക്ക് മാറിയത്. ഓക്കെ, ഡെയിലി എത്ര ദൂരം യാത്ര ചെയ്യുന്നുണ്ട്? ഞാൻ ആവറേജ് ഒരു 70 to 80 കിലോമീറ്റേഴ്സ് ഡെയിലി ഓട്ടം വരുന്നുണ്ട് എനിക്ക്. അതെ. ഓക്കെ, ഒരു EVയിലേക്ക് മാറി. ഇപ്പം EV നമ്മളൊരു ആ മനസ്സിൽ ആഗ്രഹിച്ച ആ ഒരു ഇത്ര ഉള്ള ആ സേവിങ്സ് അതിപ്പം കിട്ടുന്നുണ്ടോ? ഉണ്ട്. കാരണം ഇത് EV എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നത് തന്നെ എനിക്ക് മന്ത്ലി ഏകദേശം ഒരു 25,000ഓളം ഫ്യൂവൽ എക്സ്പെൻസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഓക്കെ, നമ്മൾ എന്താണേലും ഫ്യൂവൽ എക്സ്പെൻസ് ആയിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് പോകുന്നുണ്ട്. അതേപോലെ പുതിയ വണ്ടി എടുത്ത് അത് ഒത്തിരി കിലോമീറ്റേഴ്സ് പെട്ടെന്ന് തന്നെ കവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ വന്നപ്പോഴേക്കും എന്തുകൊണ്ട് ഒരു EV എടുത്തുകൂടാ, അല്ലെങ്കിൽ ഒരു സെക്കൻഡറി കാർ എന്നുള്ളതായിരുന്നു ആലോചിച്ചത്. അപ്പോൾ അതിന് ഞാൻ നോക്കിയപ്പോഴേക്കും 25,000 ഫ്യൂവലിന് പകരം അതിലൊരു 20,000 EMI ഇട്ട് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഒരു EV കിട്ടും. പിന്നെ നമുക്ക് വീട്ടിലിപ്പോൾ സോളാറുണ്ട്. അതുകൊണ്ട് 10 കിലോവാട്ടിന്റെ. ഓ, അടിപൊളി. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ സ്പെസിഫിക് ആയിട്ട് മാത്തമാറ്റിക്സിൽ 25,000 ഒരു മാസം പോകുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ EVയിൽ ഇപ്പം എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പ്രൈമറി കാറായി മാറിക്കഴിഞ്ഞു. കാരണം ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇരിക്കെ എത്ര സേവ് ചെയ്യുന്നുണ്ടാവും ഇപ്പം ഏകദേശം? സേവിങ്സ് ബേസിക്കലി ആ സേവിങ്സ് എന്നുള്ള പെർസ്പെക്റ്റീവിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. കാരണം ഈ കഴിഞ്ഞൊരു 20 monthsൽ എൻ്റെ സെൽട്ടോസ് ഇപ്പോഴും എനിക്കുണ്ട്, സെൽട്ടോസ് എൻ്റെ അടുത്തുണ്ട്. അത് ആകെ ഒരു 10,000 താഴെ കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. നേരെ മറിച്ച് ഇതിപ്പോൾ 45,000 കിലോമീറ്റർ ഓടി. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഈ 45,000 കിലോമീറ്റർ ഞാൻ സെൽട്ടോസിൽ ഓടിയിരുന്നെങ്കിൽ എനിക്ക് ഏകദേശം 4.5 ലക്ഷം രൂപ മിനിമം ഫ്യൂവൽ കോസ്റ്റ് വന്നിരുന്നേനെ. അപ്പോൾ ആ 4.5 ലക്ഷത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ 20 months ഞാൻ EMI അടച്ചേക്കുന്ന ഏകദേശം 4 ലക്ഷം രൂപയാണ്. അതായത് ആ ഫ്യൂവൽ കോസ്റ്റ് നേരെ EMI അടച്ചിട്ടേ ഉള്ളൂ ഞാൻ. പിന്നെ ചാർജിങ്ങിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ ചുരുക്കമാണ് പുറത്ത് ചാർജ് ചെയ്തിട്ടുള്ളൂ. അതേപോലെ എന്തെങ്കിലും പർപ്പസ് വന്നു പെട്ടെന്ന് ചാർജ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നെങ്കിൽ മാത്രമേ ഞാൻ പുറത്ത് ചാർജ് ചെയ്യാറുള്ളൂ. മെജോറിറ്റി ഞാൻ വീട്ടിൽ തന്നെയാണ് ചാർജ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ അഡീഷണൽ കോസ്റ്റ് വന്നിട്ടില്ല. 10 kilowatt ആയതുകൊണ്ട് തന്നെ ഈവൻ വണ്ടി ചാർജ് ചെയ്തിട്ട് പോലും എനിക്ക് എക്സസ് ഉണ്ട്.
അപ്പോൾ നമുക്കറിയാം പഞ്ചിൻ്റെ പുതിയ വേരിയൻ്റ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ 40 കിലോവാട്ട് എല്ലാ ലോങ് റേഞ്ച് വരുന്നു. അതും ഫേസ് ലിഫ്റ്റ് വണ്ടികളാണ് വന്നിരിക്കുന്നത്. അതിന് 40 കിലോവാട്ട് ആണെന്നുണ്ടെങ്കിൽ ഇതിന് 35 കിലോവാട്ടാണ്. എല്ലാ EV ഉപയോഗിക്കുന്നവരുടെയും ഒരു മനസ്സിൽ ഇത് ഒരു ഇവിടുന്ന് നേരെ ഒരു ഒന്ന് ഹിൽ സ്റ്റേഷൻ ഒരു മൂന്നാർ വരെ പോയിട്ട് തിരിച്ചു വരാൻ പറ്റും. ആ റേഞ്ച് ആങ്സൈറ്റി എപ്പോഴും അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് തോന്നിയിട്ടുള്ളത്? എത്രയാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്? 421 റിയൽ റേഞ്ച് തെറ്റുണ്ട്. 421 കമ്പനി അവരുടെ ടെസ്റ്റിംഗ് ഫേസിൽ ഇത് ചെയ്തതാണ്. പക്ഷെ ടാറ്റ തന്നെ അത് തിരുത്തിയിട്ട് റിയൽ വേൾഡിൽ ഒരു 370 എന്നുള്ളത് അവർ തന്നെ അപ്ഡേറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഏറ്റവും ആദ്യം ഇറങ്ങുമ്പോൾ 421 മേ ബി കിട്ടുമായിരിക്കാം. 421 ആ ഒരു AC എല്ലാം ഓഫ് ചെയ്ത് എക്കണോമിയിലിട്ട് ആ ഒരു ടെസ്റ്റ്, അതിപ്പോൾ ARI റേറ്റഡ് മൈലേജ് എന്ന് പറയണ പോലെ തന്നെയാണ്. അപ്പോൾ അത് നോക്കേണ്ട റിയൽ നമ്മൾ എടുക്കുന്ന ടൈമിൽ തന്നെയാണേലും റിയൽ വേൾഡ് അല്ലെങ്കിൽ കസ്റ്റമർ റിവ്യൂ എടുത്തിട്ട് തന്നെയാണ് നമ്മൾ എടുത്തത്. അപ്പോൾ നമ്മൾ ഒരു ജനറലി ചോദിച്ചപ്പോഴേക്ക് ഒരു 280 to 300 അല്ലെങ്കിൽ 260 to 300 ആണ് കിട്ടുന്ന ഒരു റേഞ്ച്. അപ്പോൾ നമ്മളത് എക്സ്പെക്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് തന്നെ. നമുക്കത് ഓക്കെ ആയിരുന്നു. ഞാൻ 2 കൺസേൺ ഞാൻ ചോദിക്കുകയാണ്. ഒന്ന്, നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ഒരു ഹൈവേസ്, ഇപ്പോൾ തൃശ്ശൂർ അങ്ങനെ ഒരു കോഴിക്കോട് ആ റൂട്ടിലൂടെ പോവാം. ഫുൾ സ്ട്രെയിറ്റ് ഹൈവേസ് ആണ്, അധികം കയറ്റങ്ങളില്ല. അതേ സമയത്ത് ഇപ്പം ബ്രോയുടെ വീടെന്ന് പറയുന്നത് ഇടുക്കിയിലുണ്ട്, അതൊരു ഹിൽ സ്റ്റേഷനാണ്. അപ്പോൾ അവിടെ നമ്മൾ ആ കയറ്റം ഇറങ്ങുമ്പോൾ എങ്ങനെ തോന്നുന്നു? ഈ രണ്ടിൻ്റെയും തമ്മിലുള്ള റേഞ്ച് ഡിഫറൻസ് ഒന്ന് പറയാം. ഇതിൽ പെട്രോൾ അല്ലെങ്കിൽ ഐസ് എൻജിൻ വണ്ടി ഉപയോഗിച്ചവരിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ഒരു 2-3 മാസത്തേക്ക് റേഞ്ച് കുറവായിരിക്കും. അപ്പോൾ ഞാനിത് സ്റ്റാർട്ട് ചെയ്ത് യൂസ് ചെയ്ത് തുടങ്ങിയ സമയത്ത് ശരിക്കും എനിക്കൊരു 200 താഴെ റേഞ്ച് കിട്ടുന്നുള്ളായിരുന്നു. അപ്പോൾ നമ്മളുടെ ഡ്രൈവിംഗ് സ്റ്റൈല് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ റീജനറേഷൻ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ആക്റ്റീവായിട്ട് യൂസ് ചെയ്യണം. അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിയണം. കാരണം അത് റേഞ്ച് കൂട്ടുന്ന ഒരു സാധനമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ 3 കേസസ് ആയിട്ട് വേണമെങ്കിൽ തിരിക്കാം. ഇതിൽ ഹൈ റേഞ്ച് എന്ന് പറയുന്നത് ഹിൽ സ്റ്റേഷൻ പോകുമ്പോൾ നമുക്ക് 1 അല്ലെങ്കിൽ 2 ഇട്ടാൽ മതി റീജനറേഷൻ കയറുമ്പോൾ. നേരെ മറിച്ച് തിരിച്ചിറങ്ങുമ്പോൾ 3-ലാണെന്നുണ്ടെങ്കിൽ ഈ സാധനം തിരിച്ച് ചാർജ് നല്ലോണം കയറും. അപ്പോൾ വണ്ടി അനാവശ്യമായിട്ട് ബ്രേക്ക് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഹൈ റേഞ്ചിൽ കയറും. ഇപ്പം ഞാൻ ഇടുക്കിക്ക് പോയ സമയത്ത് എനിക്ക് അങ്ങോട്ടേക്ക് കയറിയ സമയത്ത് എനിക്കൊരു 55% ചാർജ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഏകദേശം ഒരു 130 കിലോമീറ്റേഴ്സാണ് കവർ ചെയ്തത്. തിരിച്ച് ഇങ്ങോട്ടേക്ക് ഇറങ്ങി ഞാൻ വീടെത്തിയ സമയത്ത് ഏകദേശം 20% ബാക്കി ഉണ്ടായിരുന്നു. അപ്പം തിരിച്ചിറങ്ങിയ സമയത്ത് ഞാൻ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഏകദേശം 280 കിലോമീറ്റേഴ്സ് ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 20% ചാർജ് ബാക്കി ഉണ്ടായിരുന്നു. അതായത് അങ്ങോട്ട് 55 എടുത്ത സാധനം തിരിച്ച് ഇങ്ങോട്ടേക്ക് സെയിം കിലോമീറ്റർ കവർ ചെയ്തപ്പോൾ എനിക്ക് എടുത്തത് ആകെ 25% ആണ്. അപ്പോൾ പകുതിയോളം സേവ്. അതപ്പോൾ ആ റീജനറേഷൻ നമ്മൾ എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നേരെ മറിച്ച് ഇപ്പം ഈ പറഞ്ഞ ഹൈവേ എന്നുള്ളൊരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റീജനറേഷൻ 1-ലോ അല്ലെങ്കിൽ 0-ലോ ഇട്ടാൽ മതി. കാരണം ഇപ്പോൾ ഹൈവേയിലാണെന്നുണ്ടെങ്കിൽ റീജനറേഷൻ നമ്മളിപ്പോൾ 1-ലോ 2-ലോ 3-ലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി നല്ലൊരു പേസിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാറിലെടുക്കുമ്പോൾ വണ്ടി പതിയെ സ്ലോ ആവും. വീണ്ടും ആ സ്പീഡ് അറ്റൈൻ ചെയ്യാനായിട്ട് വീണ്ടും അത്ര ആക്സലറേഷൻ കൊടുക്കേണ്ടി വരുന്നുണ്ട്. നേരെ മറിച്ച് ഇത് ഓഫ് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ ഹൈവേയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ച് കുറച്ചുകൂടെ കൂടുതൽ കിട്ടും. മാക്സിമം ഹൈവേയിൽ എത്ര റേഞ്ച് കിട്ടിയിട്ടുണ്ട്? ഇപ്പോൾ ഞാൻ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് റേഞ്ച് ഇതിൽ നോക്കിയിട്ടില്ല. പക്ഷേ അഗെയിൻ ഞാൻ എറണാകുളത്തു നിന്ന് താമരശ്ശേരി വരെ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു 240 കിലോമീറ്റേഴ്സ് ആണെന്ന് തോന്നുന്നുള്ളത്. ഞാൻ ഇതിൽ ഇതുവരെ ഞാൻ റേഞ്ച് നോക്കി ഞാൻ ഓടിച്ചിട്ടേ ഇല്ല. ടെൻഷൻ ആയിട്ടില്ല. ഇല്ല ടെൻഷൻ അതെന്ന് വെച്ചാൽ ഞാൻ ഒരു പ്ലാനിങ് വേണം നമുക്ക്. ഈ പറഞ്ഞ പോലെ ചാർജർ കാര്യങ്ങളെല്ലാം ഒരു ഐഡിയ വേണം. നമ്മൾ വണ്ടിയുടെ റേഞ്ച് കുറയുന്ന എങ്ങനെയാണെന്നുള്ളൊരു കാര്യം മൈൻഡിൽ നമ്മൾക്ക് ഉണ്ടാവണം. ഈ കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി വരുന്നൊരു സാധനമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് എനിക്ക് ഏകദേശം 8% റേഞ്ച് ബാക്കി ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഒറ്റ ചാർജിൽ ഒറ്റ സ്ട്രെച്ചിൽ ഏറ്റവും ലോങ്ങസ്റ്റ് പോയത് അതാണ്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നൊരു 240 to 250 അടുത്ത് കവർ ചെയ്തിട്ടുണ്ട്. പൊതുവെ എന്ത് സ്പീഡിൽ പോകും? ഞാൻ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇതുവരെ EV ആണെങ്കിൽ പോലും എൻ്റെ ഒരു നോർമൽ പേസിൽ ഞാൻ പോയിട്ടുള്ളൂ. അതിൽ എൻ്റെ ഒരു നോർമൽ സ്പീഡ് എന്ന് പറഞ്ഞൊരു 70 to 80 ആണ്. എന്ന് വെച്ചാൽ ആ ഒരു സ്പീഡിൽ നിർത്തുന്നല്ല, 90-100 ഒക്കെ പോവാറുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ കാലിക്കട്ട് പോകുമ്പോൾ ഹൈവേയിൽ അതൊക്കെ പോവാറുണ്ട്. അതെല്ലാം ആ ഒരു നോർമൽ പേസിൽ പോകും. അതെ.
അപ്പോൾ ആ ഒരു സ്പീഡിൽ പോയിട്ടുണ്ട്. പക്ഷേ അത് ഓവർ സ്പീഡായിട്ട് അങ്ങനെയല്ല. എന്നാലും ഇപ്പം നമ്മൾ ഗ്രൂപ്പിൽ ഡിസ്കഷൻ വരുമ്പോൾ പലരും ചോദിക്കും, നിങ്ങൾ AC ഓഫ് ചെയ്തിട്ടാണോ ഇത് ചെയ്തേ, അല്ലെങ്കിൽ റേഞ്ച് നമ്മൾ സ്പീഡ് പതിയാണോ പോയേ എന്നൊക്കെ പലരും അങ്ങനെയാണോ റേഞ്ച് കിട്ടിയത്. ചിലവർക്ക് അങ്ങനെയാണ് റേഞ്ച് കിട്ടുന്നത്, ചിലവർ അങ്ങനെയാണ് വണ്ടി ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ ഇത് ഓൾറെഡി ഒരു സേവിങ് ഉണ്ട്, പെട്രോളിലൊരു സേവിങ് ഉണ്ട്. അതിന് നമ്മൾ പിശിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എനിക്ക്. AC ഒക്കെ ഇടുക, നമ്മുടെ നോർമൽ എങ്ങനെയാണോ അതിൽ പോവാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ AC ഓഫ് ചെയ്ത് പതിയെ പോയി അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അപ്പോൾ പൊതുവേ ഇപ്പോൾ ടാറ്റ പഞ്ച് അല്ലെങ്കിൽ ടാറ്റ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് എടുക്കുമ്പോൾ ആൾക്കാർ എപ്പോഴും പേടിച്ചാണ് എടുക്കുന്നത്. എന്താണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അപ്പം ഈ എന്തെങ്കിലും ഇഷ്യൂസ് അല്ല, ഈ സോഫ്റ്റ്വെയർ ഗ്ലിച്ചസ് അതുപോലത്തെ സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഇപ്പം ഇതിനൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എക്സ്ട്രാ ഒരു ടയർ പോലും കൊടുക്കുന്നില്ല, പഞ്ചർ കിറ്റ് കൊടുക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ വിമർശനങ്ങൾ ആൾക്കാർ എന്തില്ല എന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഓരോ മലയാളികൾ അത് കണ്ടുപിടിച്ച് ഇതാക്കാൻ. അതിനെക്കുറിച്ചൊക്കെ എന്താണ്? പൊതുവേ ഇപ്പം ഞാൻ എടുക്കുന്ന സമയത്താണേലും ടാറ്റേനെ പറ്റി ഭയങ്കര കംപ്ലയിൻസ് ഉണ്ട്. ഇപ്പോൾ അത്യാവശ്യം ഈ ന്യൂസുകൾ, ഓട്ടോ ന്യൂസുകൾ ഫോളോ ചെയ്യുന്ന ഒരാളെന്നുള്ളതിൽ ടാറ്റ എടുക്കുമ്പോൾ ആ ഒരു ടെൻഷൻ എനിക്കും ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ പുതിയ ഡീലേഴ്സ് വന്നു കഴിഞ്ഞപ്പോഴേക്കും, ലെക്സോൺ പോലെയുള്ള ഡീലേഴ്സ് വന്നപ്പോഴേക്കും അതിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ കഴിഞ്ഞൊരു വർഷത്തിൻ്റെ ഇടയ്ക്ക് EVയിൽ അത് അത്രയും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈവൻ EV ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സർവീസ് സെൻറ്ററുകൾ വരാൻ തുടങ്ങി, ഷോറൂമുകൾ വരാൻ തുടങ്ങി. അപ്പോൾ അതിൽ ആ ഈ ഐസ് എൻജിൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്കാർക്ക് പ്രോപ്പർ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ആ ഇൻഎക്സ്പീരിയൻസ് എന്നുള്ളതാണ് ശരിക്കും അതിലൊരു മെയിൻ ഫാക്ടർ. ടാറ്റയെ സംബന്ധിച്ചിടത്തോളം പുതിയ ഡീലേഴ്സ് വന്നപ്പോഴേക്കും കംപ്ലയിൻറ്റ്സ് കുറഞ്ഞു എന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഗ്രൂപ്പിൽ ഇപ്പോഴും പരാതികൾ വരുന്ന കേസസ് ഉണ്ട്. അപ്പം എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് അത് ടാറ്റ എന്നുള്ളൊരു ബ്രാൻഡിൻ്റെ തന്നെ മാത്രമല്ല, ബേസിക്കലി ആ സർവീസ് സെൻറ്ററിൻ്റെ ഒരു ഇഷ്യൂ ആണ്. എനിക്കിതുവരെ യൂസ് ചെയ്തേക്കണേൽ അങ്ങനെ കാര്യമായിട്ടുള്ള കംപ്ലയിൻറ്റ്സ് എനിക്ക് വന്നിട്ടില്ല. വണ്ടി സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല പവർഫുള്ളാണ് വണ്ടി. കാരണം ഏകദേശം 122 PS പവറും ഉണ്ട്, ഏകദേശം 190 Nm ടോർക്കും ഉണ്ട്. ഒരു ചെറിയ വണ്ടീനെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു പവർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു പെർഫോമൻസ് ഉണ്ട്. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിലും ഇതിന് ഏകദേശം 6 എയർ ബാഗ്സ് ഉണ്ട്. അത്യാവശ്യം നല്ല ബ്രേക്കിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ സേഫ്റ്റി ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള സേഫ്റ്റി ഉണ്ട് വണ്ടിക്ക്. ആകെ പഞ്ച് എന്നുള്ളൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ അതിന് PTC ഹീറ്ററിൻ്റെ ഒരു കോമൺ കംപ്ലൈൻ്റ് ഉണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ആ ഒരു ഹീറ്ററിൻ്റെ ഇഷ്യൂ ആണ്. എന്താണത്? അതായത് അത് ഓൾറെഡി ടാറ്റ അഡ്രസ്സ് ചെയ്തേക്കുന്ന ഒരു ഇഷ്യൂ ആണ്. PTC ഹീറ്റർ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു കമ്പോണൻ്റ് ഉണ്ട്, AC റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പം അത് പ്രത്യേകിച്ച് ഈ മഴക്കാലത്താണ് ആ ഒരു ഇഷ്യൂ ഇത് വന്നേക്കുന്നത്. അപ്പം എനിക്ക് ഒരു പ്രാവശ്യം ഞാൻ കാലിക്കറ്റ് പോകുന്ന ടൈം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഗ്രൂപ്പിൽ ഈ സാധനം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ലിമ്മോഡാവും, ലിമിറ്റഡ് പെർഫോമൻസ് എന്ന് പറഞ്ഞു വരും. പക്ഷേ എനിക്ക് പെർഫോമൻസിലൊന്നും വ്യത്യാസമൊന്നും വന്നില്ല. പക്ഷേ ഇഷ്യൂ വന്നു. നമ്മൾ നേരെ കോട്ടയ്ക്കിൽ ഈ പറഞ്ഞ പോലെ ലെക്സോണിൻ്റെ ഷോറൂമിൽ കൊണ്ടുപോയി. അവർ ആദ്യമേ തന്നെ ആ ഒരു ഇഷ്യൂ അവർക്ക് മനസ്സിലായി, ഓൾറെഡി അഡ്രസ്ഡ് ആണ് ഇഷ്യൂ. പക്ഷെ ആകെയുള്ളത് അത് പ്രൊയാക്റ്റീവായിട്ട് എല്ലാ വണ്ടിക്കും ചെയ്തു കൊടുക്കുന്നില്ല. ഇഷ്യൂ വരുന്നത് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറിക്കൊടുക്കുന്നു. പുതിയ യൂണിറ്റ് വെച്ച് അതിന് ഇഷ്യൂ ഇല്ല എന്നുള്ളതാണ്. ഇപ്പം അത് എനിക്ക് ഇഷ്യൂ വന്നിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷത്തോളമായി. വണ്ടി എടുത്ത ഉടനെ തന്നെ ഇഷ്യൂ വന്നു. ഇപ്പം അത് പിന്നെ എനിക്ക് ഇഷ്യൂ വന്നിട്ടില്ല. അത് ഇല്ല. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഇപ്പം പൊതുവേ നമ്മൾ ടാറ്റയുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പം ഫിറ്റ് ആൻഡ് ഫിനിഷിൻ്റെ ഇഷ്യൂസ് അങ്ങനെയുള്ള സംഭവങ്ങൾ, അതിനെക്കുറിച്ച് എന്താണ് തോന്നിയിട്ടുള്ളത്? ഇപ്പോൾ ഫിറ്റ് ആൻഡ് ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു മിഡ് റേഞ്ചിൽ നിൽക്കുന്ന ഒരു വണ്ടിയാണ്. ഒരു 13-14 അല്ലെങ്കിൽ ഒരു 10 to 14 റേഞ്ചിൽ നിൽക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴേക്കും ഓക്കെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഹാർഡ് പ്ലാസ്റ്റിക്സ് ഉണ്ട്. എനിക്കിപ്പോൾ സെൽട്ടോസിൽ നിന്ന് വന്നു കഴിയുമ്പോഴേക്കും സോഫ്റ്റ് ടച്ച് ഏരിയാസ് ഒക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. മൊത്തത്തിൽ എനിക്ക് കിട്ടിയ വണ്ടിയിൽ ഈ പറഞ്ഞ പോലെയുള്ള ഫിറ്റ് ആൻഡ് ഫിനിഷിങ് വലിയ കാര്യമായിട്ടില്ല. എന്നാലും നമ്മളെ ഇപ്പം നമ്മളുടെ നോർമൽ യൂസിന് അല്ലെങ്കിൽ അതിനൊന്നും അഫക്റ്റ് ചെയ്യുന്നില്ല. പിന്നെ അത്രയും ഡീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാറ്റ എന്നുള്ള പല വണ്ടികൾക്കും ഈ പറഞ്ഞ ഇതുണ്ട്. സെൽട്ടോസിന് പോലും ഈ പറഞ്ഞ പോലെ ഫിറ്റ് ആൻഡ് ഫിനിഷിംഗിൽ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇഗ്നോർ ചെയ്ത് വിടാനുള്ളതേ ഉള്ളൂ. അതല്ലാണ്ട് മേജർ ആയിട്ടുള്ള ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ പെയിന്റിങ് ക്വാളിറ്റി ഒക്കെ ഒരു എബോവ് ആവറേജ് ഒരു ആവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഒരു ആവറേജ് അല്ലെങ്കിൽ എബോവ് ആവറേജ്. അതുകൊണ്ട്
ഓപ്ഷണൽ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ വണ്ടിയിലേക്ക് ഇപ്പോൾ കയറിയിരിക്കും പ്രത്യേകിച്ച് നമുക്ക് വേണ്ട വിസിബിലിറ്റി, ഒരു SUV സ്റ്റാൻഡ്സ് കിട്ടണം. പ്രത്യേകിച്ച് കയറുന്ന സമയത്ത് തലയിടിക്കാൻ പാടില്ല. 6 feet ഹൈറ്റ് ഉണ്ട്. എങ്ങനെ ഫീൽ ചെയ്യുന്നത് അതിനെക്കുറിച്ച്? ഇതിൽ ഒന്നെന്താണെന്ന് വെച്ചാൽ ഞാൻ 6 feet ഉണ്ട്. ഞാൻ പക്ഷെ എപ്പോഴും സീറ്റ് ഏറ്റവും ലോവസ്റ്റ് ആണ് ഇടാറ്. അതുകൊണ്ട് എനിക്ക് തല ഇടിക്കുന്ന കേസോ അങ്ങനെ. പിന്നെ ഇത് 90 degree ആംഗിളിൽ തുറക്കും, എല്ലാ ഡോറും തുറക്കും. അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ കേറുന്നതിൽ എനിക്ക് ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ ഞാൻ വണ്ടിയുടെ സീറ്റിംഗ് പൊസിഷൻ ആക്ച്വലി ഇതൊരു ഒരു ഹാച്ച് ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ ഹാച്ച് ബാക്ക് ആണ് ശരിക്കും. പക്ഷെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇരുന്ന് കഴിയുമ്പോൾ ഇതൊരു ബോക്സി ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇരിക്കുമ്പോൾ ആ ഒരു കുഞ്ഞു വണ്ടിയിൽ ഇരിക്കുന്ന ഒരു ഫീൽ അകത്തിരിക്കുമ്പോൾ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അപ്പോൾ റോഡിലേക്കുള്ള വിസിബിലിറ്റി ആണെങ്കിലും എല്ലാം അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ട്. അതേപോലെ സീറ്റിംഗ് പൊസിഷൻ, സീറ്റ് ആണെങ്കിലും എനിക്ക് നെക്സോണും കേവും ഒക്കെ വെച്ച് നോക്കിയിട്ട് എനിക്ക് ഇതിന്റെ സീറ്റിംഗ് ആണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഞാൻ രണ്ടും ഇത് ചെയ്തിട്ടുണ്ട്. നെക്സോൺ നമുക്ക് കസിനുണ്ട്, റെഗുലർലി യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അതിൽ ഇരിക്കുന്നതിനേക്കാളും സീറ്റിംഗ് ഒന്നുകൂടെ നമ്മളെ ആ ഒരു സംഭവം ഇതില് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. ഞാനിപ്പോ ഒരു പഞ്ചിലേക്ക് തന്നെ വരാം. ഈ പഞ്ച് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നേരത്തെ എന്നോട് സൂചിപ്പിച്ചു, ഇത് ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് പിന്നെ ഐസെൻജിസിലേക്ക് പോയതെന്ന് പറഞ്ഞു. ഇപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സെൽറ്റോസും ഒക്കെ ഉണ്ട്, അതിനോടൊന്ന് മെർജ് ചെയ്ത് ഈ പഞ്ച് എന്ന പ്രോഡക്റ്റിനെ കുറിച്ച് എന്താണ് പറയാൻ? പഞ്ച് ആക്ച്വലി ഒരു സെക്കൻഡറി വണ്ടി നോക്കുന്ന ഒരാള്, അല്ലെങ്കിൽ ഒരു ഈ ഒരു ബഡ്ജറ്റിൽ നോക്കുന്ന EV നോക്കുന്ന, അതായത് പ്രൈമറി വണ്ടിയായിട്ട് നോക്കുന്ന, അധികം ഓട്ടം ഇല്ലാത്ത അല്ലെങ്കിൽ ലോങ് ഓട്ടം പോകുന്നില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റിലുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. ഇപ്പോൾ ഞാൻ എടുക്കുന്ന സമയത്ത് ഇത് 35 ആണ്, 7 years ആണ് വാറണ്ടി ഉള്ളത്. അപ്പം റേഞ്ച് ആണെങ്കിലും ഒരു 280 ഒക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴേക്കും തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇപ്പോൾ പുതിയത് വന്നപ്പോഴേക്കും ഇതിൽ കാര്യമായിട്ടുള്ള കോസ്മെറ്റിക് ചേഞ്ചസ് ഇല്ല, വളരെ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസേ ഉള്ളൂ. പിന്നെ ബാറ്ററി പാക്ക് 40 ആയി. അപ്പോൾ റേഞ്ച് ഒരു 50 കിലോമീറ്റേഴ്സിൻ്റെ അടുത്ത് റേഞ്ച് കൂടിയിട്ടുണ്ട്. എല്ലാവർക്കും അത് കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ റേഞ്ചിന്റെ കേസ്, പിന്നെ അൺലിമിറ്റഡ് വാറണ്ടി ആക്കി. അപ്പൊ അതും കൂടി വന്നപ്പോഴേക്കും കുറച്ചുകൂടെ ബെറ്റർ ആയി. അതെ അതെ അതെ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പേർപ്പസ് ഇത് സെർവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് വന്നു എന്നുള്ളത് കൊണ്ട് എനിക്കൊരു റിഗ്രറ്റ് ഇല്ല. ആകെയുള്ളത് അതിനൊരു 50,000 രൂപയും കൂടി കുറഞ്ഞു എന്നുള്ളൊരു സാധനമുള്ളൂ. നമുക്ക് ആരോടും പരാതി പറയാൻ പറ്റില്ല. കാരണം ഞാനിപ്പോ ഒരു 2020 വണ്ടി എടുത്ത് 2022 വണ്ടി കിട്ടുന്ന ആളെ ഞാൻ പരാതി പറയും, പുള്ളിക്ക് കുറച്ച് കൊടുത്തു ഫീച്ചേഴ്സ്. പിന്നെ തിയാഗോയിൽ വരെ റിയർ AC വെൻസ് കൊടുത്തു, ഇതിന് റിയർ AC വെൻസ് ഇല്ല. അതിന് വരെ പരാതി പറയേണ്ട സംഭവം. നമ്മളെക്കാളും ചെറിയ വണ്ടിക്ക് വരെ AC വെൻസ് കൊടുക്കുന്നു അല്ലെ? അതിനെ കുറിച്ച് എന്തെങ്കിലും? ഇപ്പൊ എന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി മിഡ് വേരിയന്റ് ബുക്ക് ചെയ്ത ഒരാളാണ്. ഞാൻ എടുക്കുന്നതിന് തൊട്ട് മുന്നെയാണ് വണ്ടിക്ക് 1 ലക്ഷം രൂപ വില കുറഞ്ഞത്. അപ്പോൾ ആ 1 ലക്ഷം രൂപ വില കുറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ ഫുൾ ഓപ്ഷൻ എടുക്കുന്നത്. നമ്മൾ ഓൾറെഡി ബഡ്ജറ്റ് ചെയ്ത് ആ ഒരു വിലക്ക് ഫുൾ ഓപ്ഷൻ കിട്ടി. അപ്പൊ എനിക്ക് പരാതി പറയാനുള്ള വോയിസ് ഇല്ല സത്യം പറഞ്ഞ. കാരണം അന്ന് 1 ലക്ഷം രൂപ കൂടുതൽ കൊടുത്ത് വാങ്ങിച്ചവര് എന്റെ മേളിലുണ്ട്. അപ്പോൾ ഞാൻ ഇതിപ്പോ 20 മാസം യൂസ് ചെയ്തെങ്കിൽ എനിക്ക് അതിൻ്റെ അകത്ത് പരാതി പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഞാൻ എടുക്കുന്ന ഒരു സ്റ്റാൻഡ്. ഗ്രൂപ്പിൽ പലരും പരാതി പറയുന്നവരുണ്ട്, എനിക്കത് കിട്ടിയില്ല. നാളെ ആ വണ്ടിക്ക് വില കൂടും അല്ലെങ്കിൽ റേഞ്ച് മറ്റേ വാറണ്ടി കുറയോ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ പരാതി പറയാൻ ല്ലോ. സെയിം രീതി കണ്ടാൽ മതി നമുക്ക് പറഞ്ഞ സാധനം കിട്ടിയില്ലയോ എന്നുള്ളത് നോക്കിയാൽ മതിയല്ലോ. നമുക്ക് ഇപ്പൊ തിയാഗോയുടെ കേസ് എടുത്തിടാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചിനൊരു റിയർ AC ആവശ്യമുണ്ടോ? ഒന്നെന്താന്ന് വെച്ചാൽ വണ്ടി ചെറിയൊരു ഏരിയ ആണ് അകത്തുള്ളത്. അതിന് കൂളിങ്ങിന് അങ്ങനെ കാര്യമായിട്ടുള്ളൊരു പ്രശ്നമില്ല. പിന്നെ ഞാൻ അധികം പുറകിൽ ഇരുന്നിട്ടില്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു AC ആണ്. കുറച്ചേരം കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടോ? വണ്ടി കേറുമ്പോ തന്നെ ഉള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. കുറച്ചൊന്ന് ഓടിക്കഴിയുമ്പോഴേക്കും ഫുൾ സർക്കുലേഷൻ വരുന്നു എന്നുള്ളത് കൊണ്ട് ആ ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, അപ്പം നമുക്ക് ഇതിന്റെ ബാക്ക് സീറ്റിൽ എത്ര പേരെ പ്രിഫർ ചെയ്യാൻ പറ്റും? കാര്യം 5 സീറ്റർ ആന്ന് പറഞ്ഞാലും ഇതിന് വിട്ട് കുറവാണ്. ലെഗ് സ്പേസ് ആണേലും ഭയങ്കര ലെഗ് സ്പേസ് ഒന്നുമില്ല ബാക്കില്. അക്സെപ്റ്റബിൾ ആണ്. അതെ. അപ്പോൾ ബാക്കില് കംഫർട്ടബിളി 2 പേരാണ്. പിന്നെ ആവശ്യം വന്നു കഴിഞ്ഞാൽ 3 പേർക്ക് ഇരിക്കാം എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരു വണ്ടി എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അറിയേണ്ട വണ്ടിയുടെ ആ ഒരു ക്വാളിറ്റി, സസ്പെൻഷൻ എങ്ങനെ ഉണ്ടെന്നുള്ളതാണ്.
സസ്പെൻഷനെ കുറിച്ച് ഞാനൊന്ന് ഇച്ചിരി അധികപ്പെട്ടായിരിക്കും, എന്നാൽ പോലും ഞാൻ കമ്പാരിസൺ സെൽറ്റോസ് വെച്ചൊന്നും ചോദിക്കുകയാണ്. കാരണം സെൽറ്റോസ് ഉപയോഗിക്കുന്ന ആളാണ്, ഇത്രയും വർഷങ്ങളായി. അപ്പോൾ എങ്ങനെ തോന്നിയിട്ടുണ്ട് ആ ഒരു ഫീൽ? ആക്ച്വലി സസ്പെൻഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മാത്രമാണോ എന്നറിയില്ല, അതോ ഞാൻ ഓടിച്ചിട്ടുള്ള EV വണ്ടികളെല്ലാം തന്നെ ഏറെക്കുറെ സെയിം സസ്പെൻഷനാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സസ്പെൻഷൻ്റെ കാര്യത്തിൽ EV വണ്ടികൾ ഫാർ ബെറ്ററാണ് ഐസ് എഞ്ചിൻ വണ്ടികളെക്കാളും. ഇപ്പോൾ സെൽറ്റോസിൻ്റെ സസ്പെൻഷൻ ഇത്തിരി ഹാർഡാണ് ബേസിക്കലി. നമുക്ക് അകത്ത് അടി അറിയുന്നുണ്ട്, കുലുക്കം അറിയുന്നുണ്ട്. പക്ഷേ ഈ സാധനത്തിൻ്റെ അകത്ത് നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെൽറ്റോസിൽ കയറുമ്പോഴേക്കും നമ്മൾ ആ ഒരു ഗട്ടർ വഴി കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രീമിയം വണ്ടിയിലാണ് ഇരിക്കണത്, അല്ലെങ്കിൽ ഇതിൽ നിന്നും ഒരു അപ്ഗ്രേഡിലാണ് ഇരിക്കണമെന്നൊരു ഫീല് കിട്ടില്ല. ഇതിന്റെ വാല കെട്ടാൻ കൊള്ളില്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വാല കെട്ടാൻ കൊള്ളില്ല സെൽറ്റോസിന്റെ സസ്പെൻഷൻ. അത് എന്റെ മാത്രം പേഴ്സണൽ ഫീഡ്ബാക്ക് അല്ല. സസ്പെൻഷൻ EV വണ്ടികളുടെ എല്ലാത്തിന്റെയും സസ്പെൻഷൻ വേറെ ലെവലാണ്. അത് ഞാനിപ്പോ പറയുമ്പോ അത് എക്സാജറേറ്റ് ചെയ്യണമെന്ന് തോന്നാം, പക്ഷേ EV വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അതെ അത് EV വണ്ടി ആയതുകൊണ്ട് മാനുഫാക്ചേഴ്സ് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് സസ്പെൻഷൻ അതനുസരിച്ച് ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ ആയിരിക്കാം. പക്ഷെ സെൽറ്റോസ് വെച്ച് നോക്കുമ്പോഴേക്കും ഇതിന്റെ സസ്പെൻഷൻ ഫാർ ബെറ്റർ ആണ്. നമുക്ക് അതുപോലെ തന്നെ ഒരു സുഖം തരുന്ന സംഭവമാണ് മ്യൂസിക്. എങ്ങനെ ഫീൽ ചെയ്യുന്നു മ്യൂസിക്? ഇതില് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളും ഒക്കെയാണ്. ഭയങ്കര അടിപൊളിയെന്ന് പറയണില്ല. ഇപ്പോൾ നെക്സോൺ ഒക്കെ എടുക്കുകയാണെങ്കിൽ എനിക്കൊന്ന് JBLന്റെ സൗണ്ട് സിസ്റ്റം കാര്യങ്ങളാണ്. ഇതിൽ ബേസിക് സൗണ്ട് സിസ്റ്റം കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ നമുക്ക് പരാതി പറയാൻ, മ്യൂസിക് എൻജോയ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ നമ്മള് അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പം സെൽറ്റോസിന്റെ ബോസിന്റെ സ്പീക്കറും കാര്യങ്ങളും ഒക്കെയാണ്. എന്നാൽ അതുമായിട്ട് ചില സോങ്സ് ഇതുണ്ടെങ്കിലും മൊത്തത്തിൽ ഓക്കെ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഓൾമോസ്റ്റ് 20 മാസമായി. അതെ, എല്ലാ സർവീസും കഴിഞ്ഞു, ഫ്രീ സർവീസ് എല്ലാം കഴിഞ്ഞു. എന്തെങ്കിലും പ്രോബ്ലം ആയിട്ട് അതിനകത്ത് കയറിയിട്ടുണ്ടോ? സോഫ്റ്റ്വെയർ ഗ്ലിച്ചസ് ആയിട്ട് ചെല്ലേണ്ട ആവശ്യം വന്നിട്ടോ? ഒന്ന് പെട്ടെന്ന് ഇല്ല, ഞാൻ നോർമൽ സർവീസ് അല്ലാണ്ട് എനിക്ക് പോകേണ്ടി വന്നിട്ടില്ല ഷോറൂമിൽ. ആകെ ഞാൻ ഈ പറഞ്ഞ PTC ഹീറ്ററിന്റെ ആ ഒരു റണ്ണിങ് കംപ്ലൈന്റ് മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ ഗ്ലിച്ചുകൾ ഹാങ് ആവുന്നതൊക്കെ ഉണ്ട്. അത് ഫുൾ ടൈം ഉണ്ടാകത്തില്ല. വണ്ടി എടുത്ത സമയത്ത് ഉണ്ടായിരുന്നു, അത് 1-2 സർവീസ് കഴിഞ്ഞപ്പോൾ അത് മാറി. അതില് സർവീസ് ഇന്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7500 കിലോമീറ്റർ ആണ്. ആദ്യത്തേത് 2000 എന്തോ ആയിരുന്നു. പിന്നെ എവരി 7500 ആണ്. 7500 നോർമൽ സർവീസും 15000 വരുമ്പോഴേക്കും മേജർ സർവീസുമാണ്. അങ്ങനെയാണ് ഇതിന്റെ ഫ്രീക്വൻസി വരുന്നത്. അപ്പോൾ നോർമൽ സർവീസിലൊരു 1800 രൂപയാണ് നോർമൽ ടാറ്റ പറയുന്ന സാധനം ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന സർവീസ് കോസ്റ്റ്. നേരെ മറിച്ച് ഈ പറഞ്ഞ 15000ന്റെ മേജർ സർവീസ് എന്ന് പറയുന്ന സാധനത്തിന് ശരിക്കും ടാറ്റ പറയുന്ന സാധനം ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ബുക്ക്ലെറ്റിലുള്ള സാധനം ചെയ്താൽ 3800 രൂപയാണ് എനിക്കായത്. പക്ഷേ ഇതിൻ്റെ അകത്ത് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ അല്ലെങ്കിൽ ആഡ് ഓൺ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ ഷോറൂമുകാർ സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സാധാരണക്കാരനായ ഒരാൾ പോകുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം, അവരോട് ആദ്യമേ പറയാം ടാറ്റ ആ സർവീസിന് എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് ചെയ്യാൻ പറയാം. പ്രത്യേകിച്ച് EVകൾ നമ്മൾ ശ്രദ്ധിക്കണം. അതെ, അതിൽ അവരുടെ പ്രോഡക്ട്സ് സെല്ല് ചെയ്യാനാണ് നോക്കുന്നത്. നമ്മൾ ആ ഒരു സാധനം പറയും. ഇപ്പം നമ്മളുടെ ഗ്രൂപ്പിൽ തന്നെ പലരും ഈ പറഞ്ഞ 30,000ന്റെ സർവീസ് വന്നപ്പോഴേക്കും എനിക്ക് 7800 8000 രൂപയാണ് അതിൻ്റെ ബില്ല് വന്നത്, അല്ലെങ്കിൽ റേറ്റ് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് 3850 രൂപയാണ്. ഇത് അതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ AC ക്ലീനിങ്, പിന്നെ ഇൻറ്റീരിയർ വാഷ്, എൻജിൻ റൂം വാഷ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറേ സാധനങ്ങൾ അടിച്ച് കയറ്റുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഉണ്ട് അതിൻ്റെ അകത്ത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യാം. അപ്പോൾ അതെല്ലാം അഡീഷണൽ ആണ്. അതൊന്നും സർവീസ് കോസ്റ്റിൽ വരുന്നതല്ല. നമ്മളിപ്പോൾ പുറത്ത് ഒരു വണ്ടി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് ഉണ്ടോ അതേപോലെ വരുന്നൊരു സാധനമാണ് ഇത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, ഈ EV ആയിട്ട് ഇപ്പോഴത്തെ 20 മാസം ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന സർവീസ് കോസ്റ്റ് എത്രയായിരുന്നു? അത് എത്രാമത്തെ സർവീസിലാണ് അത് ഫീൽ ചെയ്തത്? എനിക്ക് 30,000ന്റെ സർവീസ് ചെയ്തപ്പോഴാണ് 3800 രൂപ വന്നത്. 3850 രൂപയായിരുന്നു. അതായിരുന്നു ഏറ്റവും ഹയസ്റ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഇതുവരെ ബ്രേക്ക് പാഡോ കാര്യങ്ങളോ ഒന്നും മാറേണ്ടി വന്നിട്ടില്ല. ടയർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് പാഡ് എത്ര കിലോമീറ്റർ മൈലേജ്? എനിക്ക് 32,000 ഞാൻ ടയർ ചേഞ്ച് ചെയ്തത്. മൈലേജ് കിട്ടി. അതിൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10,000 കൂടെ ഓടുമായിരുന്നു. പക്ഷെ അതിൽ 2 ടയറുകൾ ഇൻസൈഡ് തേഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ടാറ്റയിലുള്ള ഒരു കോമൺ ഇഷ്യൂ, അതായത് പഞ്ചിലുള്ള പലർക്കും വന്നിട്ടുള്ള ഇഷ്യൂ ആണ് ഞാൻ കേട്ടിട്ടുണ്ടത്.
അപ്പോൾ അതിൽ ആ ടയർ ചേഞ്ച് ചെയ്തു, 2 എണ്ണം വീണ്ടും ഒരു 10,000 ഓടുമായിരുന്നു. പക്ഷേ ഞാൻ മാറിയപ്പോൾ 4 മാറി എന്നുള്ളതാണ്. അപ്പം ഞാൻ മാറിക്കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ ഗുഡിയറിൻ്റെ ആണ് ടയർ ഇട്ടേക്കുന്നത്. ഇത് ആക്ച്വലി നല്ല റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു ടയറാണ് ഗുഡിയറിൻ്റെ മാക്സ് ഗാർഡ് SUV എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ആണ്. അത് EV സ്പെസിഫിക് ടയറാണ്. ഇതിപ്പോൾ സ്റ്റോക്ക് വരുന്ന അപ്പോളോ ടയേഴ്സാണ്. അപ്പോൾ അതിൽ ഇത് കുറച്ചുകൂടെ എനിക്ക് കുഷനിങ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നി. അതേപോലെ ഞാൻ ടയർ ഒന്ന് അപ്സൈസ് ചെയ്തിട്ടുണ്ട്. 205 195 ആയിരുന്നത് ഞാൻ 205 ആക്കി. അപ്പം അത് കുറച്ചുകൂടെ എനിക്ക് അതിലെ റേഞ്ച് കുറയോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, ഗ്രേറ്റ്. അപ്പം ഇത് നിങ്ങൾക്ക് ഒരു റെഫറൻസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് ഇപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം ബൂട്ടിലേക്ക് വരികയാണ്. ബൂട്ട് ഇപ്പം എനിക്ക് തോന്നുന്നത് 321 ലിറ്റേഴ്സ് കൊണ്ടാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അപ്പോൾ അത്രയും ബൂട്ട് സ്പേസ് എങ്ങനെ തോന്നിയിട്ടുണ്ട്? കാരണം എനിക്കറിയാം പ്രൈമറി കാറായിട്ടല്ല യൂസ് ചെയ്യുന്നത്, സെക്കൻഡറി കാറാണ്. എന്നിരുന്നാൽ പോലും ബൂട്ട് സ്പേസ് നമുക്ക് ആവശ്യത്തിനുണ്ടോ? ഇപ്പം പ്രൈമറി കാറായിട്ടല്ല എങ്കിൽ പോലെ ശരിക്കും ഇതാണ് എൻ്റെ ഇപ്പോൾ പ്രൈമറി കാർ, ടു ബി ഓണസ്റ്റ്. കാരണം ഈ വണ്ടി എടുത്ത് ഇപ്പോൾ ഞാൻ 45,000 കിലോമീറ്ററായി. ഈ വണ്ടി എടുത്ത് എൻ്റെ ആ ഒരു പീരീഡിൽ സെൽട്ടോസ് ആകെ 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ അതിൽ എൻ്റെ പർപ്പസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയൊരു ഫാമിലി എന്നുള്ളതിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ആകെ ഉള്ളത് അത് കുറച്ചുകൂടെ കുഴിഞ്ഞാണ് ഇതിൻ്റെ ഡിക്കി ഇരിക്കണേ. ഇപ്പോൾ ഒരു സാധനം പെട്ടിയൊക്കെ എടുത്ത് വെക്കണമെങ്കിൽ എടുത്ത് വെക്കണേൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത്യാവശ്യം സാധനങ്ങളെല്ലാം കൊള്ളും അതിൻ്റെ അകത്ത്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഫ്രണ്ട് സ്പേസ് ഉണ്ടോ? ഇല്ല, ഇതില് ഫുൾ ഓപ്ഷൻ വണ്ടിക്ക് ഫ്രങ്ക് ഉണ്ട്, ഇതിന് ഫ്രങ്ക് ഇല്ല. ഏരിയ വേക്കന്റ് ആണ്. ആ സ്പേസ് ഓപ്ഷണൽ ആയിട്ട് വെക്കാന്ന് എനിക്ക് തോന്നണേ. പിന്നെ അവിടെ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന ചെളി അടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ ഫ്രങ്ക് വന്ന് അത് കൺസീൽഡ് ആവുമ്പോൾ അകത്തൊന്നും പറ്റില്ലായിരിക്കാം. ഏറ്റവും സ്റ്റാർ അട്രാക്ഷൻ ആയിട്ട് തോന്നിയ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. പ്രത്യേകിച്ച് ഹിൽ സ്റ്റേഷനിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഹില്ലി ഏരിയാസ് കുറച്ച് അടിയിടിക്കുന്ന പോലത്തെ സർഫസിൽ കൂടെ ഒക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ പോയപ്പോൾ എങ്ങനെയാണ് വണ്ടിയുടെ ഒരു ഇതിലെന്താണെന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത് ശരിക്കും EV പ്ലാറ്റ്ഫോമിൽ ഇറക്കിയൊരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ വേറെ ഹാങ്ങിങ് ആയിട്ടൊരു സാധനവും ഇല്ല, കൺസീൽഡ് ആണ്. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് ഇതിന്. അപ്പം നെക്സോൺ ഒക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് മെഷേഴ്സിൽ കൂടുതലാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞാൽ എൻ്റെ കസിന് നെക്സോൺ ഉണ്ട്. ആള് നമ്മളുടെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറക്കുമ്പോൾ ആളുടെ അടി ഒരയുന്നുണ്ട്. അപ്പം അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഐസ് എൻജിനിൽ EV ബാറ്ററി കയറ്റിയത് കൊണ്ടാണ് കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് സ്ക്രെറ്റയ്ക്കും ഒക്കെ ആ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതിൽ വെച്ച് നോക്കുമ്പോൾ എൻ്റെ വണ്ടി ഇതുവരെ അങ്ങനെ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടായിട്ടേ ഇല്ല. അപ്പോൾ ആ ഒരു വ്യത്യാസം എനിക്ക് ഹൈ റേഞ്ച് പോയപ്പോഴാണേലും അത്യാവശ്യം മോശം റോട്ടിൽ കൂടെ പോയപ്പോഴാണേലും ഒന്നും ഇതുവരെ അടിയിൽ ഒരു ഭാഗം പോലും ഒരയോ തട്ടുമൊന്നും ചെയ്തിട്ടില്ല. ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് അന്ന് ആ സമയത്ത് വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എത്ര വന്നിട്ടുണ്ട്? എനിക്ക് അന്ന് 14.5 ആയിരുന്നു ഓൺ റോഡ് പ്രൈസ് വന്നത്. അപ്പോൾ ഞാൻ നമുക്ക് ആ തരുന്ന സമയത്ത് അവർ ഇൻഷുറൻസ് ഒക്കെ അത്യാവശ്യം നല്ല റേഞ്ചിൽ വെക്കുമല്ലോ. അപ്പോൾ ഇൻഷുറൻസ് പുറത്തുനിന്ന് എടുത്തോ അതോ? ഞാൻ ഷോറൂമിൽ നിന്ന് തന്നെ ഇൻഷുറൻസ് എടുത്തത്. ഫസ്റ്റ് ഫുള്ളും പിന്നെ ബാക്കി 2 വർഷം തേർഡ് പാർട്ടി എങ്ങനെയാണ്? അതെ. ഞാൻ അതായത് ഇവരുടെ ഇൻഷുറൻസിൽ ഒന്ന് പുറത്തുനിന്ന് ഞാൻ ചിലപ്പോൾ ഇൻഷുറൻസ് പുറത്തുനിന്ന് എടുക്കാറുണ്ട്, ചിലപ്പോൾ ഷോറൂമിൽ നിന്ന് തന്നെയാണ് എടുക്കാറ്. ഒന്ന് പീസ് ഓഫ് മൈൻഡ് എന്നുള്ളൊരു കാര്യമാണ് ഷോറൂമിൽ നിന്ന് എടുക്കുമ്പോൾ ഉള്ളൊരു അഡ്വാൻറ്റേജ്. അപ്പം മറ്റേത് ആണെങ്കിലും മറ്റേ ക്ലെയിം എല്ലാം കിട്ടും, ഈവൻ ക്യാഷ്ലെസ്സും കിട്ടും. പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ നടക്കണം. റേറ്റ് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഒരു കാര്യമായിട്ടുള്ളൊരു വില വ്യത്യാസം ഇല്ലെങ്കിൽ ഷോറൂമിൽ തന്നെ എടുക്കാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. അത് വണ്ടി എടുക്കുന്ന ടൈമിൽ നമുക്ക് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം ഇവർ ഇൻഷുറൻസിലും എല്ലാം ഡിസ്കൗണ്ട് ചെയ്ത് തരും മാക്സിമം. അപ്പോൾ ഞാനൊരു കൺക്ലൂഷനിലേക്ക് വരികയാണ്. അപ്പം നമ്മുടെ ഏറ്റവും പുതിയ പഞ്ച് EV 40 kW അപ്ഡേറ്റഡ് വേർഷൻ വന്നിരിക്കുകയാണ്. റീസെൻ്റ്ലി ലോഞ്ച് ആണ്. ചെറിയ കോസ്മെറ്റിക് ചേഞ്ചും സെൽസ് പ്രിസ്മാറ്റിക് ആയിട്ടും അങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വണ്ടിയിലേക്ക് ആൾക്കാർ പോകണമോ എന്നുള്ള ഒരു കൺക്ലൂഷൻ. അപ്പം എങ്ങനെയാണ് ആ വണ്ടി ഇപ്പം ഇനി എടുക്കാനുള്ളവരോട് എന്താണ് പറയാനുള്ളത്? പഞ്ച് സച്ച് യാതൊരു പ്രശ്നമില്ല വണ്ടിക്ക്. വണ്ടി എല്ലാ വണ്ടിയും പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ഏത് ബ്രാൻഡ് എടുത്താലും ഈ പറഞ്ഞ പോലെ ചെറിയ ഇഷ്യൂസ് ഉള്ള വണ്ടികൾ ഉണ്ടാവും. അതിൻ്റെ അകത്ത് ഇപ്പോൾ സർവീസ് സെൻറ്റേഴ്സ് നെറ്റ്വർക്കും എല്ലാം ഒന്നുകൂടെ ബെറ്റർ ആയതുകൊണ്ട് തന്നെ
ലെക്സൺ ടാറ്റ ഒക്കെ വന്നുകൊണ്ട് അതെ അതെ, അത് ഭയങ്കര ഒരു വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ലെക്സോൺ ടാറ്റ വന്നു, നേരത്തെ ഉണ്ടായിരുന്ന സർവീസ് സെന്ററുകളിൽ പലതും നിർത്തി. ഇപ്പോൾ വേറെ പുതിയത് പലതും കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഗോകുലം പോലെയുള്ള എറണാകുളത്തുണ്ട്. അത് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടി EVക്ക് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റഡ് ആയി വരുന്നുണ്ട്. അപ്പൊ അതില് വെച്ച് നോക്കുമ്പോഴേക്കും മൊത്തത്തിൽ വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയ ഗ്ലിച്ചുകൾ കാര്യങ്ങളൊക്കെ അത് എക്സ്പെക്റ്റഡ് ആണ്. അത് ഒക്കെ നമ്മളുടെ എല്ലാ വണ്ടികൾക്കും എക്സ്പെക്റ്റഡ് ആണ്. എല്ലാ വണ്ടികൾക്കും, അതിപ്പോ ടാറ്റയെന്നല്ല മഹീന്ദ്ര ആണെങ്കിലും ബാക്കി ബ്രാൻഡുകൾ ഏതെടുത്താലും ചെറിയ ചെറിയ ഗ്ലിച്ചുകൾ ഉണ്ട്. നമ്മളുടെ ഡെയിലി കമ്മ്യൂട്ടർ അല്ലെങ്കിൽ നമ്മൾ ഒരിടത്ത് പെട്ടുപോകുന്ന രീതിയിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനൊരു മേജർ ഇഷ്യൂ ആയിട്ട് ഞാൻ കാണുന്നുള്ളൂ. അല്ലാത്തതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇത് ഹാങ് ആവുന്നത്, അങ്ങനത്തെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉള്ളതൊക്കെ സർവീസ് സെന്ററിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതെല്ലാം ഇപ്പം കൂടുതലും ടെക്നോളജി വന്നപ്പോഴേക്കും സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള ബഗ്ഗുകളുണ്ട്. അത് ഒന്ന് സോർട്ട് ചെയ്ത് വിടേണ്ട ആവശ്യമുള്ളൂ. അത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളിൽ മാറും. ഈവൻ റീസെൻ്റ്ലി നമ്മളുടെ ഒരു ഫ്രണ്ടിന് ഡിഫൻഡർ ഉണ്ട്, ആളുടെ കാർപ്ലേ ചില സ്ഥലത്ത് എത്തുമ്പോൾ ഹാങ് ആവുന്നുണ്ട്. അത് കാർപ്ലേയുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന്റെ ആണ്. അത് അപ്ഡേറ്റ് ആയി കഴിയുമ്പോൾ അത് ശരിയാവും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിപ്പോ ഏത് ബ്രാൻഡ് എടുത്താലും അത് അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ ഈ ഇതുപോലെ പഞ്ച് EV നോക്കുന്നവർക്കായിട്ട് ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യണം, അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതിപ്പം കോട്ടയം ലൊക്കേഷൻ വരുന്നതാണ്. ഇനി വിൻസ്റ്റർ EV ഇപ്പം MGയുടെ തന്നെ വണ്ടികൾ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ വോക്സ് വാഗൻ അല്ലാത്ത വണ്ടികൾ BYD പോലുള്ള വണ്ടികൾ നോക്കുന്നുണ്ട്, ഉറപ്പായിട്ടും നിങ്ങൾക്ക് താഴെ കാണുന്ന ഈ ഒഫീഷ്യൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് വരെ ഓൾ അക്രോസ് കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് പറയുന്നിടത്ത് നിങ്ങൾക്ക് വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവും അതുപോലെ അതിൻ്റെ സർവീസും തന്നിരിക്കും. നിങ്ങൾക്ക് ഈവൻ ഷോറൂമിൽ പോയി ഒരു വണ്ടി കാണാം, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിത് പറഞ്ഞു തന്നത് എൻ്റെ ഓണർ ബാബു പ്രോ ആണ്. വളരെ നൈസായിട്ട് തന്നെ പറഞ്ഞു തന്നു. അപ്പം ഓൾ ദ ബെസ്റ്റ്. ഇനി മോട്ടറിങ് ഇനി പുതിയ വണ്ടികൾ എടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. താങ്ക്സ്. അപ്പം അത് ഒരു റിയലി ഭയങ്കര ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. താങ്ക് യു സോ മച്ച് അഗെയിൻ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ ഫ്രം കൃഷ്ണച്ച.